CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. അറബിക്കടലിൽ മുൻദിവസങ്ങളെ അപേക്ഷിച്ച് കാലവർഷക്കാറ്റിന്റെ ശക്തി കുറയുന്നു. ഇനിയുള്ള 4 ദിവസങ്ങളിൽ കൂടി കാലവർഷ മഴ ഇടവേളകളോടെ തുടരും. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് വിവിധ നദികളിൽ ഓറഞ്ച്, മഞ്ഞ അലർട്ടുകൾ പ്രഖ്യാപിച്ചു. പൊന്നിയൂർ പഞ്ചായത്തിലെ 7-ാം വാർഡ് അവിയൂർ എടക്കര വളയംതോടിലെ വീടുകൾ വെള്ളക്കെട്ടിൽ. മേഖലയിലെ 60ഓളം കുടുംബങ്ങളാണ് വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് കിഴൂർ കാക്കത്തുരുത്ത് വെള്ളത്തിൽ മുങ്ങി. 30ഓളം കുടുംബങ്ങളാണ് കുന്നംകുളം നഗരസഭയുടെ 2-ാം വാർഡിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ വെള്ളം കയറി ഒറ്റപ്പെട്ട കുന്നംകുളം നഗരസഭ 2-ാം വാർഡിലെ കാക്കത്തുരുത്ത് പ്രദേശം നഗരസഭാ അധികൃതർ സന്ദർശിച്ചു. കിഫ്ബിയുടെ ജില്ലയിലെ ആദ്യ പദ്ധതിയായ അക്കിക്കാവ് കടങ്ങോട് എരുമപ്പെട്ടി റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് കാനകൾ വൃത്തിയാക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകി KRFB അധികൃതർ. മഴയിൽ ചാവക്കാട് മുനിസിപ്പാലിറ്റി 4-ാം വാർഡ് തിരുവത്ര കുഞ്ചേരിയിൽ വീടുകൾ വെള്ളത്തിൽ. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശങ്ങളിൽ BJP നേതാക്കൾ സന്ദർശനം നടത്തി. ഗസയിലെ മനുഷ്യക്കുരുതി അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് ഫലസ്തീൻ ഐക്യദാർഢ്യ സദസ്സ് നടത്തി. മുല്ലത്തറയിൽ നിന്ന് ആരംഭിച്ച റാലിയിൽ 100കണക്കിന് ആളുകൾ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുടെ ദാസന്മാരായി മാറിയെന്ന് CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്. അങ്കണവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം കേച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറാന പള്ളിയിലെ ഈശോയുടെ തിരുഹൃദയ പ്രതിഷ്ഠാ തിരുനാളിന്റെ കൊടിയേറ്റം വികാരി ഫാദർ ജോഷി ആളൂർ നിർവഹിച്ചു. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി സജ്ജമാക്കിയ ടോയ്ലറ്റിന്റെ ഉദ്ഘാടനം നടന്നു. പാവർട്ടി റോഡിൽ മറ്റം ഗേൾസ് ഹൈസ്കൂളിന് സമീപത്താണ് ടോയ്ലറ്റുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. ബാലവേല വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാന തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്കിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. കടങ്ങോട് മിൽ സെന്ററിന് സമീപം സ്കൂട്ടറിന് മുന്നിലേക്ക് നായ ചാടിയതിനെ തുടർന്ന് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. പാറപ്പുറം ആളൂർ വീട്ടിൽ മധുസൂദനനാണ് പരിക്കേറ്റത്. ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം ഓണത്തിന് പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തത നേടുക എന്ന ലക്ഷ്യത്തോടെ വേലൂർ പഞ്ചായത്തിൽ കർഷകർക്കായി ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. കേരള പത്രപ്രവർത്തക അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ആദര ചടങ്ങും ID കാർഡ് വിതരണവും ജില്ലാ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ആരംഭിച്ചു. വരവേൽപ്പ് 2025 എന്ന പേരിൽ മേഖലയിലെ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ പ്രവേശനോത്സവ പരിപാടികൾ നടന്നു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ഹൈമാസ്റ്റ് ലൈറ്റും തെരുവുവിളക്കും കത്താത്തതിൽ പ്രതിഷേധിച്ച് BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.